അതിജീവിതമാർക്കെതിരെ നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിതമാർക്ക് എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേസും കോടതിയും ഒക്കെ വരുന്ന കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് പ്രതികരിക്കാതിരിക്കാനായിട്ട് കഴിയാത്ത സിറ്റുവേഷൻ വരും. പലതും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിയെ മുഴുവൻ അത്രത്തോളം ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് നടന്നത്. ഒരു റീച്ചിന് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടോ ഫേമസ് ആവാൻ വേണ്ടിയിട്ടോ എന്തിനൊക്കെ വേണ്ടി ഒരു പെൺകുട്ടി എടുത്തൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻ പ്രചാരത്തിലാവുകയും അതുമൂലം മനം നൊന്ത് ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എത്തുകയും ചെയ്തു. അവിടെ ഒരുപാട് പേര് ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ആൺകുട്ടിക്ക് അല്ലെങ്കിൽ അയാൾക്ക് ഒരു പ്രശ്നം വന്ന സമയത്ത് അയാളെ ചേർത്ത് നിർത്താനായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാനായിട്ട് ഒരുപാട് സംഘടനകൾ, എന്തിനെ സർക്കാരും മറ്റെല്ലാവരും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്ന് വേണം പറയാനായിട്ട്. പുരുഷന്മാർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും, ഒരു തെരുവ് നായയുടെ വില പോലും പുരുഷന്മാർക്ക് കിട്ടുന്നില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ, എൻ്റെ ബ്രദർ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മോൻ, ഇവരൊക്കെ ആൺകുട്ടികളാണ്. ഇവർക്കൊക്കെ എന്ത് പ്രശ്നം വന്നാലും അത് നമ്മൾ തന്നെ വേണം കൂടെ നിൽക്കാനായിട്ട്. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും മോശപ്പെട്ടവരാണോ, ഇവരെല്ലാവരും നല്ലവരാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പുരുഷന്മാരിൽ നല്ലവരും ചീത്തവരും ഒക്കെ ഉണ്ട്. അത് വിചാരിച്ച് ഒരു വിഭാഗം മോശപ്പെട്ട ആൾക്കാരുണ്ട് എന്ന് കരുതിക്കൊണ്ട് ബാക്കി പുരുഷന്മാരെ മൊത്തം മോശമാണ് എന്ന് ചിത്രീകരിക്കുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം തന്നെ എടുത്തു നോക്ക്. എന്താ സ്ത്രീകളെല്ലാവരും പുണ്യവതികളും എന്ന് പറയാ അത്രയും ഇതായിട്ടുള്ള സ്ത്രീകളാണോ എല്ലാവരും? സ്വന്തം കാമുകന് വേണ്ടിയിട്ട് മക്കളെ വിട്ടുകൊടുക്കുന്ന അമ്മമാരില്ലേ, അല്ലെങ്കിൽ കാമുകന്റെ ഒപ്പം ഒളിച്ചോടാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊല്ലുന്ന അമ്മമാരില്ലേ? എന്തൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ കുറ്റക്കാരല്ലേ? പുരുഷന്മാർ മാത്രമാണോ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുരുഷന്മാർ മാത്രമാണോ? അല്ല. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും ഈക്വലി തെറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് സ്ത്രീക്ക് കിട്ടുന്ന പരിഗണന പുരുഷന് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇവിടെ ഈ പെൺകുട്ടി ബസ്സിൽ, അത്രയും തിരക്ക് പിടിച്ച ഒരു ബസ്സിൽ നിൽക്കുന്ന സമയത്ത് അയാള് ദേഹത്തേക്ക് മുട്ടി തൊട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അനാവശ്യമായി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ വന്ന് ദേഹത്ത് സ്പർശിച്ചു, തൊട്ടു എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. തിരക്കുള്ള ഒരു ബസ്സാണ്. തിരക്കുള്ള ഒരു ബസ്സിൽ ആ പെൺകുട്ടി എങ്കിൽ പിന്നെ അയാള് തനിക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ അയാൾ എൻ്റെ ദേഹത്ത് സ്പർശിക്കുകയോ അല്ലെങ്കിൽ തൊടുകയോ ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് മാറി നിൽക്കാം, ഒന്ന് കയറി നിൽക്കാം. എന്നിട്ടും അയാൾ തൻ്റെ അടുത്തേക്ക് വരുന്നു, നീങ്ങി ഇറങ്ങി എൻ്റെ അടുത്തേക്ക് എന്നെ വന്ന് വീണ്ടും മുട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരി, നമുക്കത് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ ഇവിടെ അയാൾ ദേഹത്ത് മുട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്തേക്ക് കൂടുതൽ ആ പെൺകുട്ടി ചെല്ലാണ്. അതായത് ഫ്രണ്ട് തിരിഞ്ഞ് അയാൾക്ക് മുട്ടാനായിട്ട് അവസരത്തിന് നിന്നു കൊടുത്തിട്ട് വീഡിയോ പിടിച്ച് അയാളെ മോശമായി ചിത്രീകരിക്കുകയാണ്. അയാളാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞല്ല നിൽക്കുന്നത്, പുറം തിരിഞ്ഞാണ് നിൽക്കുന്നത്. അയാള് ഇനി അറിഞ്ഞോ അറിയാതെയോ ആ കൈ തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ബസ്സിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരാൾക്ക് അനങ്ങാതെ സ്റ്റഡി വെടിയായിട്ട് നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബസ്സാണ്, വളയുമ്പോഴും തിരിയുമ്പോഴും അല്ലെങ്കിൽ ബ്രേക്ക് ഇടുമ്പോഴും ഒക്കെ ബസ്സിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങും. അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന നിൽപ്പിൽ ബസ്സിൽ നിൽക്കാനായിട്ട് സാധിക്കുമോ? അപ്പോൾ ബസ്സിൽ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വളയിൽ നിന്ന് തിരിയുന്ന സമയത്തൊക്കെ അവിടെയും ഇവിടേക്കും ഒക്കെ ചെരിയാം ആൾക്കാർ. ആ സമയത്ത് അയാൾ എൻ്റെ അവിടെ തൊട്ടു ഇവിടെ തൊട്ടു അല്ലെങ്കിൽ അയാളെ കൈ എൻ്റെ ദേഹത്ത് കൊണ്ടുവന്ന് തൊട്ടു എന്ന് പറയുന്നതിനോട് എന്താണ് മര്യാദ? അതൊക്കെ എന്തിനാണ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? അയാൾ അനാവശ്യമായി നിങ്ങളുടെ ശരീരത്തെ തൊട്ടു അല്ലെങ്കിൽ അയാളുടെ കൈ നിങ്ങളുടെ ദേഹത്ത് കൊണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് പ്രതികരിക്കണമായിരുന്നു. അവിടെ വെച്ചാണ് നിങ്ങൾ പ്രതികരിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നത്. അവിടെ ബസ്സിൽ ഇത്രയധികം ജനങ്ങൾ ഉണ്ടായിരുന്നേ, തിരക്കുള്ളൊരു ബസ്സായിരുന്നേ, അവിടെ വെച്ച് നിങ്ങൾ എന്തിന് എൻ്റെ ദേഹത്ത് നിങ്ങൾ തൊട്ടു അല്ലെങ്കിൽ എന്തിന് നിങ്ങളുടെ കൈ കൊണ്ടു എന്ന് ചോദിച്ച് അവിടെ വെച്ച് ചോദിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് കാണിക്കണമായിരുന്നു. അല്ലാതെ അത് വീഡിയോ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അയാളെ ഫേസും കാണിച്ച് അയാളെ ചോദ്യം ചെയ്യല്ല വേണ്ടത്. നിനക്ക് അത്രയും
ധൈര്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നീ അവിടെ വെച്ച് അയാളോട് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇല്ല, ചോദ്യം ചെയ്യാൻ നിനക്ക് അവിടെ ധൈര്യം വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടി നീ പോലീസ് സ്റ്റേഷനിൽ പോകണമായിരുന്നു. അല്ലെങ്കിൽ നീ ആ ബസ്സും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നു അയാൾക്കെതിരെ. ഇതൊന്നും ചെയ്യാതെ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് വീഡിയോ കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ഇട്ട് വലിയ കാര്യത്തിൽ അയാൾ എൻ്റെ കൺസെന്റ് ഇല്ലാതെ ദേഹത്ത് വന്ന് തൊട്ടു എന്നും പറഞ്ഞുകൊണ്ട് അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോയും കൊണ്ടുവന്ന് അടുത്ത വീഡിയോയുമായി വരിക. ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് നിനക്ക് എന്ത് കിട്ടി മോളെ? ഒരാളുടെ ചത്ത ശരീരം ഇപ്പൊ നീ തിന്നോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നീയെ മില്യൺ കണക്കിന് ആളുകൾക്ക് അയാൾ മോശക്കാരനാണ് എന്ന രീതിയിൽ നീ ചിത്രീകരിച്ചു. ഇപ്പൊ നിനക്ക് നേരിടേണ്ടി വന്ന പ്രശ്നം എന്താണ്? ഇത് എല്ലാ സ്ത്രീകൾക്കും ഒരു പാഠമാണെന്നേ ഞാൻ പറയുള്ളൂ. എന്താ വെച്ചാൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഈ ട്രെൻഡിന്റെ പുറകെ പോകുന്നത്. എന്താ വെച്ചാൽ ഇതിന്റെ പേരിൽ ഫേമസ് ആവാൻ ഇത്തിരി നെഗറ്റീവ് പബ്ലിസിറ്റി ആയാലും കുഴപ്പമില്ല, ഞങ്ങളങ്ങ് ഫേമസ് ആയാൽ മതി എന്ന് വിചാരിക്കുന്ന കുറേ എണ്ണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇവളുമാർക്ക് എല്ലാവർക്കും ഇതൊരു പാഠാണ്. പക്ഷെ ആ ഒരു പാഠം കിട്ടിയത് ഒരു പാവം മനുഷ്യന്റെ ജീവൻ ഇല്ലാതാക്കിക്കൊണ്ടാണെന്ന് മാത്രം. ആ അച്ഛനും അമ്മയ്ക്കും ഇനി ആരുണ്ട് തോന്നാം. ആ മനുഷ്യൻ ഒരു തുണിക്കടയിൽ ജോലി ചെയ്താണ് ആ കുടുംബം പോറ്റുന്നുണ്ടായിരുന്നത്. ആ വ്യക്തി ഇപ്പം മരണപ്പെട്ടിരിക്കുന്ന അച്ഛനമ്മയ്ക്കും ഒരു തുണയില്ലാതായിരിക്കുന്നു. അവർക്ക് ഇനി ജീവിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു ചോദ്യം ചിഹ്നം ആയിരിക്കുന്നു. ഇനി ഇതിനെയൊക്കെ ഈ പെൺകുട്ടിക്ക് ജീവിതകാലം മുഴുവൻ കുറ്റബോധം നിന്നെ വേട്ടയാടില്ലേ? ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോകളും കാര്യങ്ങളും ഒക്കെ വരികയാണ്. അതുപോലെ നിന്നെ മോശമായി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചിത്രീകരിച്ചുകൊണ്ട് എന്തിനൊരാളെ ജീവൻ എടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നീ പറയും എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, എനിക്കും എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ജനങ്ങൾക്ക് ആർക്കും നിന്റെ അടുത്ത് ഒരു സിമ്പതിയും തോന്നാൻ പോകുന്നില്ല. ഇപ്പൊ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പോലും ജനങ്ങൾക്ക് സിമ്പതി തോന്നില്ല. കാരണം മറ്റൊരാളുടെ ജീവൻ എടുക്കാനായിട്ട് കാരണക്കാരിയായ വ്യക്തിയാണ് നീ എന്നൊരു ചോദ്യം അല്ലെങ്കിൽ അവിടെ ഒരു പറച്ചിൽ മാത്രമേ അവിടെ വരാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ആ ദീപകിന്റെ ജീവന് അത്രയ്ക്കും വിലയുണ്ട് ണ്ടെന്ന് നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും നിന്റെ അടുത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് അവിടെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവിടെ എതിർക്കാമായിരുന്നു, അയാളെ ചോദ്യം ചെയ്യാമായിരുന്നു, ബസ്സിൽ വെച്ച് നിനക്ക് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യുന്നതിന് പകരം ഫോണും പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുത്ത് അയാളുടെ ദേഹത്തേക്ക് ചെന്ന് നെഞ്ചും കൊണ്ട് ചെന്ന് മുട്ടിയിട്ടല്ലായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായി വന്നിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. ഇവിടെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണക്കാരിയായിരിക്കുന്നത് നീയാണ്. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിയമം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലാന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കൂ. ഇവിടെ ഇപ്പോൾ പുരുഷ കമ്മീഷനൊക്കെ വരുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാൽ പോലും പുരുഷന്മാർക്ക് നീതി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ പുരുഷന്മാരെല്ലാവരും നല്ലവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ മോശപ്പെട്ട ആൾക്കാരുണ്ട്, സ്ത്രീകളുടെ ഇടയിലും ഇല്ലേ മോശപ്പെട്ട ആൾക്കാർ. അതുപോലെ തന്നെ അപ്പോൾ എന്താ പറയുക, ഈ ചെറിയ ആൾക്കാർ മോശക്കാരാണ് എന്നുള്ളതുകൊണ്ട് എല്ലാ പുരുഷന്മാരെയും അടച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം മാത്രം നോക്കുന്ന സർക്കാരിനോടാണ് എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്. സ്ത്രീകൾ മാത്രമല്ല സമൂഹത്തിൽ ജീവിക്കുന്നത്, സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. ഈ സ്ത്രീകൾക്ക് ഒപ്പം തന്നെ സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാർ തന്നെയാണ് പുരുഷന്മാർ. ഇപ്പം നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്കെതിരെ ഒരുപാട് അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സുരക്ഷിതത്വം സമൂഹം ഒരുക്കിയത് എന്നുണ്ടെങ്കിൽ, നിയമം ഉണ്ടായത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ നിയമം സ്ത്രീകൾ തന്നെ ദുരുപയോഗിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ ഇപ്പോൾ തുല്യമായ സ്ത്രീക്കും പുരുഷനും വരേണ്ട കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ ദീപക്മാരെ നമുക്ക് കാണേണ്ടി വരും. ഇതുപോലെയുള്ള മരണ വാർത്തകൾ അല്ലെങ്കിൽ മറ്റ് പലവിധ സംഭവങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും, കാണേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്ത്രീകൾ തന്നെ നമുക്കറിയാം എത്രയോ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾ, സ്വന്തം മക്കളെ എന്തൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരെ ഒക്കെ ഇല്ലാതാക്കുന്ന അതുപോലെയുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വന്തം റീച്ചിന് വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടി ചെയ്യുന്നവര് അങ്ങനെ എന്താ പറയുക, സ്വന്തമായിട്ട് എന്തൊക്കെയോ നേടാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ലാതെ പുരുഷന്മാർക്കും അതേ അളവിൽ സുരക്ഷിതത്വം വേണം എന്നുള്ളൊരു സ്ഥിതിയിലെത്തിയിരിക്കുന്നു. എൻ്റെ പൊന്നുമോളെ, ഇപ്പോൾ ഒരുപാട് പേര് നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം ചെയ്യണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ നിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ, നിന്റെ പല വീഡിയോകളും കണ്ട സമയത്ത് പറയാതിരിക്കാനായിട്ട് കഴിയാത്തതുകൊണ്ടാണ് വന്ന് പറഞ്ഞത്. ഒരാളുടെ ജീവൻ എടുത്തുകൊണ്ട് നീ റീച്ച് ആവാൻ നോക്കി, അല്ലെങ്കിൽ ഫേമസ് ആവാൻ നോക്കി. ഇപ്പം നീ നല്ല ഫേമസ് ആയിട്ടോ, അത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അത്രയും ഫേമസ് ആയിട്ടുണ്ട്. നീ ആഗ്രഹിച്ച കാര്യം നീ നടന്നിട്ടുണ്ട്.
അത്രയ്ക്ക് നീ ഫേമസ് ആയിട്ടിട്ട് ഒരു വിഷമവും വേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും പബ്ലിസിറ്റി ആണ്. ആ പബ്ലിസിറ്റി ഇപ്പോൾ നിനക്ക് കിട്ടിയിട്ടുണ്ട്. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ നീ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത്. അപ്പം പിന്നെ ഈ പബ്ലിസിറ്റി ആയാലും നിന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഒരാളുടെ മരണം നിന്നെ ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ആ വീഡിയോ എടുത്ത സമയത്ത് നിനക്ക് അയാളുടെ വീഡിയോ ഇനിയിപ്പോൾ കാണിച്ചേ തീരുന്നുണ്ടെങ്കിൽ അവിടെ ഫേസ് ബ്ലർ ചെയ്യായിരുന്നു നിനക്ക്. അവിടെ നീ അത് ചെയ്തില്ല. ബ്ലർ ചെയ്തിട്ടല്ല നീ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിന് എന്ത് സംഭവിച്ചാലും, ഒരാളുടെ ജീവന് എന്ത് സംഭവിച്ചാലും നിനക്കതൊരു ചുക്കുമല്ല, ഒരു കുന്തുമില്ല എന്ന് പറഞ്ഞിട്ടാണ് നീ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് അയാളുടെ മരണം നിന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നീ എന്ത് വീഡിയോയുമായി വരും, നിന്റെ ഫാമിലി എന്ത് പറഞ്ഞു വരും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആർക്ക് എന്ത് സംഭവിച്ചാലും ഇപ്പോൾ ഈ പറയുന്ന ജനങ്ങൾക്ക് ഒന്നുമില്ല നിനക്കുമായി ബന്ധപ്പെട്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഫേമസ് ആയി മോളെ, ഇനിയിപ്പോൾ വിഷമിക്കാതെ റൂമിലിരുന്ന് സന്തോഷിച്ചോളൂ എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് പറയാനുള്ളത്.